ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2014 ഒരു സൈഫൈ ഹൊറർ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ എക്സ്ട്രാ ടെറസ്ട്രിയൽ എന്ന് പറഞ്ഞ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് എന്തായാലും സ്റ്റോറിയിലേക്ക് പോവാം. ഈ ഒരു സ്റ്റോറിയുടെ തുടക്കത്തിൽ രാത്രി സമയത്ത് നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. അതേസമയം ഏതോ ഒരു ലേഡി പേടിച്ച് റോഡ് സൈഡിലായിട്ട് വന്ന് ആരുടെ സഹായം ചോദിക്കാണ്ട് നിൽക്കുമ്പോൾ ആ റോഡ് സൈഡിനായിട്ട് ഒരു ഷോപ്പ് ഇങ്ങനെ കാണുന്നുണ്ട്. അങ്ങനെ അവളായാലും നേരെ ഓടി ആ ഒരു ഷോപ്പിനടുത്തേക്ക് ചെല്ലുമ്പോൾ അതിനകത്ത് ആളുണ്ട്. അപ്പോഴേക്കും അവളാണെങ്കിലും പെട്ടെന്ന് ഡോർ തുറക്കാനായിട്ട് ആവശ്യപ്പെടുന്നതും ആ ഷോപ്പിൽ നിൽക്കുന്ന അവൻ പറയും, സോറി ലേഡി, ഷോപ്പ് അടച്ചു, അകത്തേക്ക് കയറാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കാണ്, എടാ വാതിൽ തുറന്ന് എന്താണ് പ്രശ്നമെങ്കിൽ എന്ന് ചോദിക്കുക. അതുപോലെ അവൻ ചെയ്യത്തില്ല. അപ്പോൾ ഈ ഒരു ലേഡി ആണെങ്കിലും പെട്ടെന്ന് അടുത്തുള്ളൊരു ഫോൺ ബൂത്ത് ഇങ്ങനെ കാണും. അങ്ങനെ ഓടി അതിനകത്തേക്ക് കയറി വന്നിട്ട് ഇപ്പോൾ പോലീസിനെ വിളിക്കുകയാണ്. പോലീസിനെ വിളിച്ച് അവരോട് പറയും, ഇതേപോലെ എൻ്റെ മകനെ അവർ തട്ടിക്കൊണ്ടുപോയി, എന്താണ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല, പ്ലീസ് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വരണമെന്ന് പറയുമ്പോൾ പോലീസുകാർ പറയും, ഓക്കെ മാഡം, നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ എവിടെയാണെന്നെല്ലാം പറയാൻ പറയുമ്പോൾ ആ ഒരു ലേഡി ആണെങ്കിലും എല്ലായിടത്തും നോക്കി, ഓക്കെ അടുത്തൊരു ഷോപ്പുണ്ട്, അതേപോലെ തന്നെ ആ ഒരു ഷോപ്പിന്റെ പേര് ഇതേത് സ്ഥലമാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല എന്നെല്ലാം പറയുന്ന സമയം പെട്ടെന്ന് ഈ ഒരു ഫോണ് അങ്ങ് കട്ടാവുകയാണ്. അതുമല്ല അവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നത് പോലെ കുറച്ചു നേരം കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഈ ഒരു ഫോൺ ബൂത്ത് ഉൾപ്പെടെ ഒന്നും അവിടെ കാണാനില്ല. അതേസമയം ഈ ഒരു ഷോപ്പിനകത്ത് നിന്നവനുണ്ടല്ലോ, അവൻ പെട്ടെന്ന് വെളിയിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു ലേഡിയെ കാണാത്തത് കൊണ്ട് അവൻ വെളിയിലേക്ക് ഇറങ്ങി വന്ന് ആ ഒരു ഫോൺ ബൂത്ത് നോക്കുമ്പോൾ അതവിടെ കാണുന്നില്ല. ഷടാ, ഇതവിടെ പോയി ഒറ്റ നിമിഷം കൊണ്ട് എന്നുള്ള രീതിയിൽ അവൻ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ആ ഒരു ഫോൺ ബൂത്ത് മാത്രം താഴേക്ക് വീണ് തവിട് പൊടിയാവുന്നു. ഇത് കണ്ടവൻ പേടിച്ച് നിൽക്കുന്നതും അങ്ങനെ അത് കഴിഞ്ഞിപ്പോൾ അടുത്ത ദിവസം കാണിക്കുമ്പോൾ അവിടേക്ക് ഷെരീഫ് വന്നിട്ടുണ്ട്. ഷെരീഫ് വന്നിട്ട് ആ ഒരു ഷോപ്പ് നടത്തുന്നതിനോട് ചോദിക്കുമ്പോഴത്തേക്കാണ് കൂടെ നിൽക്കുന്ന അസിസ്റ്റന്റ് പറയും, സാർ ഇവൻ എന്തോ വിചിത്രമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ അവൻ പറയും, ഇല്ല സാർ, ശരി തന്നെയാണ്, ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഹാലുസിനേഷൻ പോലെയെല്ലാം വരും, പക്ഷെ ഇന്നലെ കണ്ട കാര്യം അതൊരിക്കലും തോന്നലല്ല, അത് റിയൽ ആയിട്ടുള്ള കാര്യം തന്നെയാണ്, പക്ഷെ ഒരിക്കലും ഇത് നമ്മുടെ ലോകത്ത് നിന്നുള്ളതല്ല, അത് മുകളിൽ നിന്നാണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഷെരീഫായാലും ഇവൻ എന്താ പറയുന്നറിയാതെ നേരെ ഈ ഒരു ഫോൺ ബൂത്തിന്റെ അടുത്തേക്ക് വന്നിട്ട് അവിടെയെല്ലാം നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ലേഡിയുടെ പേഴ്സ് ഇങ്ങനെ കാണുന്നു. അതെടുത്ത് വെച്ച് അവരുടെ ഫോട്ടോ കണ്ടിട്ട് നിങ്ങൾ എവിടെയാ പോയത് എന്നുള്ള രീതിയിൽ അവൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത സീനിൽ കാണിക്കുമ്പോൾ നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ ആയിട്ടുള്ള ഏപ്രിലും അതേപോലെ തന്നെ ഹീറോ കെയിലും ഇവരെ രണ്ടുപേരെയാണ് കാണിക്കുന്നത്. അതുമല്ല ഇവർ രണ്ടുപേരും ഇപ്പോൾ ഇഷ്ടത്തിലാണ്, ഒരുമിച്ചാണ് കഴിയുന്നത്. അതുമല്ല ഇപ്പൊ കെയിലാണെങ്കിൽ ഹീറോയിൻ അടുത്തേക്ക് വന്നിട്ട്, ഏയ് ഇന്ന് എന്തായാലും നമ്മളൊരു ക്യാമ്പിങ്ങിന് പോവാണ്, അവിടെ ചെന്ന് നമുക്ക് നല്ലതുപോലെ തന്നെ ആഘോഷിക്കണം എന്നെല്ലാം പറഞ്ഞ് ഓരോ കാര്യങ്ങൾ റെഡിയാക്കുമ്പോഴത്തേക്കും ഹീറോയിന്റെ അച്ഛൻ ഇപ്പോൾ അവളെ വിളിക്കുന്നു. അപ്പോൾ അവളായാലും അച്ഛനോട് സംസാരിക്കുമ്പോൾ ഇവരിപ്പോൾ ക്യാമ്പിങ്ങിനായിട്ട് പോകുന്നത് ഹീറോയിനൊക്കെ ഒരു പഴയ വീടുണ്ട്, അത് സിറ്റിയിൽ നിന്നും കുറച്ച് ഗ്രാമത്തിലേക്കാണ്, അവിടേക്കാണ് ഇവർ പോകാൻ പോകുന്നത്. ഇപ്പോൾ ഹീറോയിന്റെ അച്ഛനായാലും വിളിച്ചിട്ട് ആ ഒരു വീട്ടിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഹീറോയിന് പറഞ്ഞു കൊടുക്കും. ഇതേപോലെ ഫിഷിംഗ് റോഡ് 2 ഉണ്ട്, ഗ്യാരേജിൽ ഇതുപോലെ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നെല്ലാം പറയുമ്പോൾ ഹീറോയിൻ അതെല്ലാം നോട്ട് ചെയ്തിങ്ങനെ എടുക്കുന്നു. അതുമല്ല ബേസ്മെന്റിൽ ഒരു ഷോട്ട് ഗണ്ണ് ഇരിപ്പുണ്ട് എന്നുള്ള കാര്യം കൂടി പറയുന്നതും ഹീറോയിൻ ഇതെല്ലാം നോട്ട് ചെയ്തെടുത്തിട്ട് ഓക്കെ ശരി അയച്ചാൽ ഞാൻ പിന്നീട് എന്തായാലും വിളിക്കാമെന്ന് പറഞ്ഞ് ഇപ്പോൾ വെളിയിൽ നിന്നും ആരൊക്കെയോ ഇവരെങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഹീറോയിൻ, ഹേയ് അതാരാണെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, സോറി, നമ്മുടെ ഈ ഒരു ട്രിപ്പ് പോകാനായിട്ട് എന്റെ സുഹൃത്തുക്കളെ കൂടി ഞാൻ വിളിച്ചിട്ടുണ്ടെന്ന് പറയുന്നതും ഹീറോയിൻ ചെന്ന് നോക്കുമ്പോൾ അവന്റെ സുഹൃത്തുക്കൾ താഴെ നിൽക്കുന്നു. ഇത് കാണുമ്പോൾ ഹീറോയിൻ പറയും, സത്യം പറയാലോ എനിക്ക് നിന്നോട് ഒരുപാട് ദേഷ്യമുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടി കാറിലെ ആ ഒരു സ്ഥലത്തേക്ക് പോവാണ്. അങ്ങനെ പോകുമ്പോഴത്തേക്ക് ഇതിൽ സെത്ത് എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്. സത്യം പറയാലോ ഇവരെ നേരിട്ട് കണ്ടാല് കർണക്കുറ്റി നോക്കി ഒന്ന് കൊടുക്കാൻ തോന്നും. അമ്മാതിരി കാര്യങ്ങളാണ് അവൻ ഈ ഒരു മൂവിയിൽ പറയുന്നത്. ഇപ്പോൾ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴായാലും പെട്ടെന്ന് വെളിയിലേക്ക് തലയിട്ട് വെറുതെ കിടന്ന് അലറുകയാണ്. അപ്പോൾ ബാക്കി എല്ലാവരും അവരോട് ഇരിക്കാനായിട്ട് പറയുന്നുണ്ട്. ആ ഒരു സമയത്താണ് പുറകിലൂടെ ഒരു പോലീസ് വണ്ടി വരുന്നത്. പെട്ടെന്ന് ഇവരൊരിടത്തേക്ക് വണ്ടി നിർത്തുന്നത്. അതിനകത്ത് നിന്ന് ഇറങ്ങി വരുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ഷെരീഫ് ഉണ്ടല്ലോ, പുള്ളിക്കാരനാണ്. വന്നിട്ട് ഇവർ മദ്യപിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തിരക്കുമ്പോൾ നമ്മുടെ ഹീറോ എന്തായാലും മദ്യപിച്ചിട്ടില്ല, അവനാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ ഷെരീഫ് പറയും, ഓക്കെ ഈ ഒരു ഗ്രാമത്തിലേക്ക് എൻ്റെ ഈ ഒരു ബോർഡറിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് നിയമങ്ങളുണ്ട്, അതെല്ലാം നല്ലതുപോലെ പാലിക്കാൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങളിവിടെ നിന്നാൽ മതി. ഇവിടെ നിങ്ങളെപ്പോലെ തന്നെ വേറെ കുട്ടികളും വന്നിട്ട് ആവശ്യമില്ലാതെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ട് മര്യാദയ്ക്ക് നടക്കണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയുമ്പോൾ ഹീറോ ആയാലും ഓക്കെ സാർ, ഞങ്ങൾ ഒരു കുഴപ്പമുണ്ടാകത്തില്ല, ഞങ്ങൾ ഇവിടെ സ്ഥലം കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്, എന്നിട്ട് ഞങ്ങൾ ഉടനെ പോയിക്കോളാം എന്നെല്ലാം പറഞ്ഞ് ഇവരായാലും ആ ഒരു ഷെരീഫിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട് ഹീറോയിന്റെ ഒക്കെ ആ ഒരു വീട്ടിലേക്ക് വരും. അങ്ങനെ വണ്ടിയിൽ അവിടേക്ക് വന്ന് ഇറങ്ങുമ്പോൾ തന്നെ സെത്ത് എന്ന് പറഞ്ഞ അവനോടല്ലോ, അവൻ പെട്ടെന്ന് നമ്മുടെ ഹീറോയിനോട് പറയും, ഹേ ഏപ്രിൽ, ഈ ക്യാമ്പിൽ എന്തൊക്കെയോ വലിയ സംഭവം ഉണ്ടെന്നൊക്കെ പറഞ്ഞു, എന്നിട്ടൊന്നും കാണുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ അവളെ കളിയാക്കുന്ന രീതിയിൽ സംസാരിക്കാൻ തുടങ്ങും. ഇത് ഹീറോയിൻ ആണെങ്കിൽ ഒട്ടും ഇഷ്ടമല്ല. ആൾറെഡി ഹീറോ ഇതേപോലെ തന്നെ സുഹൃത്തുക്കളെ വിളിച്ചതുപോലും അവൾക്ക് ഇഷ്ടമല്ല. അതിനിടയിൽ ഇതും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് നല്ല ദേഷ്യം ഉണ്ടാവത്തില്ലേ. അങ്ങനെ അത് കഴിഞ്ഞ് ഇവർ അകത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ഈ ഒരു ക്യാമ്പിന് ഇപ്പോൾ വിൽക്കാനായിട്ട് വെച്ചേക്കാണ്. അതുകൊണ്ട് തന്നെ വീടിനകത്തുള്ള സാധനങ്ങളെല്ലാം കവറിട്ട് മൂടിയേക്കുന്നു. അപ്പോൾ ഹീറോ ആയാലും ഓക്കെ എന്തെങ്കിലും സഹായം വേണമെന്ന് ചോദിക്കുമ്പോൾ
അവൾ പറയില്ല വേണ്ടാന്ന് പറഞ്ഞിട്ട് അവനിപ്പോ കിസ് ചെയ്യാനായിട്ട് വരുമ്പോൾ അവളങ്ങ് നടന്നു പോകും കാര്യമാക്കാതെ. അത് കഴിഞ്ഞ് ഇവരെല്ലാവരും ആ ഒരു വീടിന്റെ പല ഭാഗങ്ങളിൽ ഇറങ്ങിയിട്ട് നല്ലതുപോലെ സ്ഥലങ്ങളെല്ലാം ചുറ്റിക്കാണുന്നു. ആ ഒരു സമയത്ത് ഇവിടെ നമ്മുടെ ഷെരീഫ് ഈ ഒരു ഗ്രാമത്തിൽ തന്നെ ഉള്ള ഒരു കർഷകന്റെ വീട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. വന്ന് നോക്കുമ്പോഴത്തേക്കാണ് അയാൾ വളർത്തുന്ന ഒരു പന്നികളിൽ ഒരു വലിയ പന്നി അത് ചത്തു കിടക്കുന്നു. എന്താണ് കാര്യമെന്ന് തിരക്കുമ്പോഴത്തേക്കും അതിന്റെ ദേഹം അതുമല്ല അത്രയും ഭാഗം കട്ട് ചെയ്തെടുത്തതുപോലെ, അതും പെർഫെക്റ്റ് ആയിട്ട്. ഇതൊരു മനുഷ്യനെ കൊണ്ട് എന്തായാലും ചെയ്യാൻ കഴിയത്തില്ല എന്ന് ഇവർക്ക് മനസ്സിലായി. എന്താ സംഭവിച്ചതെന്ന് നമ്മുടെ ഷെരീഫിനും മനസ്സിലാവുന്നില്ല. അതുമല്ല നമ്മുടെ ഷെരീഫ് നേരെ തന്റെ വണ്ടിയിലേക്ക് വന്നിരിക്കുമ്പോഴത്തേക്കാണ് അതിനകത്തൊരു ഫോട്ടോ ഉണ്ട്. അത് ഷെരീഫിന്റെ ഭാര്യയുടെ. ആ ഒരു ലേഡിനെയും ഒരുപാട് നാളായിട്ട് കാണാനില്ല, എവിടെ പോയെന്ന് ഒരു വിവരവുമില്ല. ആ ഒരു ഫോട്ടോ എല്ലാം നമ്മുടെ ഷെരീഫ് എടുത്ത് ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനും അതേപോലെ തന്നെ മെലനി എന്ന് പറഞ്ഞൊരു പെണ്ണുണ്ട്. ഇവര് രണ്ടുപേരും ഇവർക്കൊരു നായയുണ്ട്, അതിനെയും കൂട്ടി നടക്കാനായിട്ട് ഇങ്ങനെ ഇറങ്ങുകയാണ്. ആ ഒരു സമയത്ത് നമ്മുടെ ഹീറോയിനും മെലനിയും ഇപ്പോൾ ഹീറോയെ പറ്റിയാണ് സംസാരിക്കുന്നത്. വേറൊന്നുമല്ല, ഹീറോയിൻ അവൻ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ കോളേജിൽ വെച്ചിട്ട് അവൾക്ക് ഇഷ്ടമായിരുന്നു, പക്ഷേ അത് കഴിഞ്ഞിട്ട് അവൾക്ക് അവനോട് വലിയ താല്പര്യമില്ല എന്നുള്ള രീതിയിലാണ് അവളിപ്പോൾ സംസാരിക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഈ ഒരു നായ എന്തോ ഒരു കാര്യം കണ്ട് ഒരു വശത്തേക്ക് മാത്രം നോക്കി നിന്നിങ്ങനെ കുരയ്ക്കാണ്. ഇവർ രണ്ടുപേരും അതെന്താണെന്ന് നോക്കുമ്പോൾ ഇത് പെട്ടെന്ന് പിടിവിട്ട് ആ ഒരു സൈഡിലേക്ക് ഓടി അങ്ങ് പോകുന്നു. അങ്ങനെ രണ്ടുപേരും അതിന്റെ പുറകെ വന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെ ഒരു ഗേറ്റ് ഉണ്ട്. അതിന് മുന്നിലാണെങ്കിൽ ഒരു കോലം എല്ലാം കെട്ടി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് എന്താണെന്ന് അറിയത്തില്ല. അപ്പോഴേക്കും മെലനി പെട്ടെന്ന് ശരി ബാ നമുക്ക് അകത്തേക്ക് പോയി നോക്കാമെന്നും പറഞ്ഞ് രണ്ടുപേരും നേരെ അകത്തേക്ക് കയറി നോക്കുമ്പോഴത്തേക്കും അവിടെ ഒരു വെയർ ഹൗസ് പോലെയാണ് കെട്ടിയിട്ടിരിക്കുന്നത്. അങ്ങനെ രണ്ടുപേരും അതിനകത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ രണ്ടു വശങ്ങളിലായിട്ട് പിടിച്ചിങ്ങനെ പൂത്തൊലഞ്ഞു നിൽക്കാണ്. വേറെ ഒന്നുമല്ല, കഞ്ചാവിന്റെ ചെടി. ഇത് കാണുന്നത് മെലനിക്ക് അത്രയും സന്തോഷമായിട്ട് അവിടെയുള്ള കവറൊക്കെ എടുത്ത് നല്ലതുപോലെ മണത്തിങ്ങനെ നോക്കുകയാണ്. അപ്പോൾ മെലനി ഹീറോയിനോട് ചോദിക്കും ഇത് ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഹേയ് അതൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും പോകാനായിട്ട് വരുമ്പോഴത്തേക്കും ആ ഒരു നായ ഒരു കമ്പും കടിച്ച് അകത്തേക്ക് കയറി വന്ന് നിൽക്കുന്നു. പെട്ടെന്നാണ് മെലനിയുടെ പുറകില് മാസ്ക് എല്ലാം ഇട്ട് കോടാലിയും വെച്ച് ഒരുത്തൻ അവളെ വെട്ടാനായിട്ട് ഒന്ന് നിൽക്കും. എന്നിട്ട് പറയും നിങ്ങൾ എന്തിനാ എന്റെ ഫാമിനകത്തേക്ക് കയറിയേ എന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കും ഹീറോയിൻ അയാൾ അയാളെ വന്ന് തടഞ്ഞ് ഒന്ന് ചെയ്തതെന്ന് പറയുമ്പോൾ അയാൾ വെട്ടാനായിട്ട് നിൽക്കാണ്. അപ്പോഴാണ് ഹീറോയിൻ പറയുന്നത് ഇല്ല ഞങ്ങളുടെ നായ ഇതിനകത്തേക്ക് ഓടി വന്നു, അതിനെ പിടിക്കാൻ വന്നതാണ്. ഞാൻ ദേ ഇവിടെ ആ ഒരു ക്യാബിനില്ലേ അവിടെ വന്നതാണ്, എന്റെ അച്ഛന്റെ ക്യാബിനാണത് എന്നെല്ലാം പറയുമ്പോഴത്തേക്കാണ് അയാൾ പെട്ടെന്ന് മാസ്ക് ഊരിയിട്ട് ഏപ്രിൽ നീയാണോ? അപ്പോൾ അവൾ ചോദിക്കും അല്ല നിങ്ങൾക്ക് എന്നെ അറിയുമെന്ന് ചോദിക്കുമ്പോൾ അതെ ഞാൻ ട്രാവിസ് നിന്റെ അച്ഛന്റെ സുഹൃത്തെന്ന് പറയുമ്പോഴത്തേക്കാണ് അവൾക്ക് മനസ്സിലാവുന്നത് അച്ഛന്റെ സുഹൃത്താണെന്ന്. ഓ എന്നും പറഞ്ഞ് ഇവര് രണ്ടുപേരും നേരെ ട്രാവിസിന്റെ വീട്ടിലേക്ക് പോകും. അങ്ങനെ അകത്തൊന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ട്രാവിസ് ഒരുപാട് കാലമായിട്ട് ഇവിടെ തനിച്ചാണ് ജീവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മുടെ മെലനി ആണെങ്കിലും അവിടെയുള്ള ഒരു ഫോട്ടോ ഇനെ എടുത്തിട്ട് അല്ല ഇതെന്താന്ന് ചോദിക്കുമ്പോൾ ഇതിന്റെ മോഷൻ സെൻസറിൽ കിട്ടിയൊരു കാര്യമാണ്, എനിക്കൊരു തെർമൽ ക്യാമറ ഉണ്ട്, അതിൽ കഴിഞ്ഞ ആഴ്ച പതിഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ ഇവർ ചോദിക്കും അല്ല ഇതെന്താന്ന് ചോദിക്കുമ്പോൾ ഇത് സൈനിക എയർക്രാഫ്റ്റ് കഴിഞ്ഞ കുറെ നാളായിട്ട് ഈ ഒരു പ്രദേശം മുഴുവനായിട്ടും അവർ അരിച്ചു പറക്കുന്നുണ്ട്, എന്താണെന്ന് അറിയത്തില്ല. അതുമല്ല ഇതുപോലെ തന്നെ വേറെ ഒരുപാടുണ്ട്. ഇന്നലെ രാത്രിയും ഞാൻ ഒന്ന് രണ്ടെണ്ണം ക്ലിക്ക് ചെയ്തു, അത് മണിക്കൂറിലെ എന്തൊരു വേഗതയിലാണെന്നറിയോ അത് പോകുന്നത്, അതും വിമാനത്തെക്കാൾ വേഗതയിലേ. അതുമല്ല നിങ്ങൾ കുട്ടികളാണ്, ഇതൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു റഡാറിൽ നിന്നും നിങ്ങൾ മാറി നിൽക്കണമെന്ന് ഞാൻ പറയുന്നത്. കാരണം അവിടെ അവരുണ്ട്, അവരെപ്പോഴും നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും എന്നെല്ലാം വേറെ എന്തിനെ പറ്റിയോ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്ന് എല്ലാവരും കൂടിയിരുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കാണ് ഹീറോയിനെ വിളിച്ചിട്ട് നമുക്കൊന്ന് മുകളിലേക്ക് പോവാന്നും പറഞ്ഞ് അവളെ നേരെ റൂമിലേക്ക് കൊണ്ടുവന്ന് ഇപ്പോൾ ഡോർ അടയ്ക്കാൻ പറയും. എന്നിട്ടാണ് അവളുടെ മുന്നിലേക്ക് വന്നിട്ട് പറയുന്നത് ഇതുപോലെ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, എനിക്ക് നിന്നോടൊപ്പം ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ട് എന്നും പറഞ്ഞ് അവളെ പ്രപ്പോസ് ചെയ്യാനായിട്ട് വരുന്ന സമയം ഹീറോയിൻ അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. ചെറുക്കന്റെ ചങ്ക് അങ്ങ് തകർന്നു പോവും. അപ്പോഴേക്കാണ് അവൻ കാരണം ചോദിക്കുമ്പോൾ അവള് പറയും സോറി കൈൽ, ഞാൻ ഈ ഒരു കാര്യം നിന്നോട് പറഞ്ഞില്ല, എനിക്കൊരു ജോബ് ഓഫർ കിട്ടി, ഞാൻ മെയ് പകുതിയിൽ തന്നെ ആ ഒരു രാജ്യത്തേക്ക് പോകുമെന്ന് പറയുന്നതും ഹീറോ ചോദിക്കുക അപ്പോൾ നീ ഇതുവരെ എന്നോട് ഈ ഒരു കാര്യം പറയുന്നത് എന്താ ചോദിക്കുമ്പോൾ അവൾ അതിന് എന്തൊക്കെയോ കാരണം പറയുന്നുണ്ട്. അതേപോലെ തന്നെ അവൾക്ക് നല്ലൊരു മറുപടി പറയാൻ കഴിയുന്നില്ല. അതിലൂടെ തന്നെ അവൻ മനസ്സിലാക്കി അവൾ എന്തായാലും അവനെ അത്രേ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം. ഇത്രയും നാളും കൂടെ നടന്ന് ഇഷ്ടമാണെന്ന് വരുത്തി വെച്ചിട്ട് ഒറ്റ നിമിഷം കൊണ്ട് അതങ്ങ് തകർത്തില്ലാണ്ടാക്കും. ഇപ്പൊ ആർക്ക് നഷ്ടം? അവന്. അങ്ങനെ ഹീറോ ആയാലും ഞാൻ എന്തൊരു വിഡ്ഢിയായിരുന്നു, ഇത്രയും കാലം ഞാൻ പറ്റിക്കപ്പെട്ടു എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് പുറത്തേക്ക് വരുമ്പോൾ എന്റെ സുഹൃത്തുക്കള് കൺഗ്രാചുലേഷൻസും പറഞ്ഞിട്ട് വെളിയിൽ നിൽക്കാണ്. ഇവന്റെ പ്രപ്പോസൽ അവള് അക്സെപ്റ്റ് ചെയ്തു എന്നും പറഞ്ഞിട്ട്. പക്ഷെ ഇവനാണെങ്കിലോ ഇതിന്റെ ഒരു ആവശ്യമില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് താഴേക്കിറങ്ങി ഇങ്ങനെ പോവും. അപ്പോൾ മെലനി ആണെങ്കിലും വന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഓക്കെ പറഞ്ഞില്ലേന്ന് ചോദിക്കുമ്പോൾ ഹീറോയും പറയും ഹേ ഇല്ല പറഞ്ഞില്ല. അതേ സമയം ഇവിടെ ആ ഒരു പോലീസ് സ്റ്റേഷനിൽ നമ്മുടെ ഷെരീഫിനെ കാണിക്കുമ്പോൾ പുള്ളിക്കാരൻ അവിടെ ആ ഒരു ഫോൺ ബൂത്തിൽ നടന്ന കാര്യമുണ്ടല്ലോ അതിങ്ങനെ CCTVയിൽ പരിശോധിച്ച് നോക്കുകയാണ്. ആ ഒരു സമയത്ത് എന്തോ ഒരു വലിയ വെളിച്ചം വന്നിട്ട് അത് എടുത്തോണ്ട് പോകുന്നു. പിന്നീട് അത് അവിടെ തകർന്നു കിടക്കാണ്. പക്ഷെ ആ ഒരു വെളിച്ചത്തിനിടയിൽ എന്തോ ഒരു കാര്യം നമ്മുടെ ഷെരീഫ് കാണുന്നുണ്ട്.
അങ്ങനെ അത് കഴിഞ്ഞിപ്പോ ഇവിടെ രാത്രിയിലെ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് മദ്യവെച്ച് നല്ലതുപോലെ ഈ ഒരു പാർട്ടി നല്ലതുപോലെ ആഘോഷിക്കുകയാണ്. അപ്പോഴേക്കാണ് നമ്മുടെ ഹീറോ ആണെങ്കിൽ നല്ലതുപോലെ കുടിച്ചിട്ട് ഹീറോയിനോട് എനിക്ക് നിന്നെ എത്ര ഇഷ്ടമാണെന്നറിയോ എന്നെല്ലാം പറഞ്ഞ് അവളോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് നിനക്കൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ എന്നെല്ലാം പറഞ്ഞ അവളും മറുപടി പറയുന്ന സമയത്താണ് പെട്ടെന്ന് മുകളിലൂടെ എന്തോ ഇങ്ങനെ കത്തിപ്പിടിച്ചു പോകുന്നു. ഇവരായാലും പെട്ടെന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ ഈ വീടിന് കുറച്ച് ദൂരെയായിട്ടൊരു കാടുണ്ട്. ആ ഒരു കാട്ടിലേക്ക് ഇത് വന്ന് വീണ് പെട്ടെന്ന് അതങ്ങ് പൊട്ടിത്തെറിക്കും. ഇവരങ്ങ് പേടിച്ചുപോയി. ഇവർ വിചാരിക്കുക എന്തെങ്കിലും. അപ്പൊ ഇവരെല്ലാവരും പറയുന്നുണ്ട് അതൊരു വിമാനമാണ്, അത് തകർന്നു വീണതാണെന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും നല്ലതുപോലെ പേടിച്ച് അവസാനം ഇവരുടെ വണ്ടി എടുത്ത് നേരെ ആ ഒരു തകർന്നു വീണ സ്ഥലമുണ്ടല്ലോ അവിടേക്ക് ഇങ്ങനെ പോവാണ്. അങ്ങനെ അവിടെ ചെന്നിറങ്ങി എല്ലാവരും അതിനടുത്തേക്ക് ആ ഒരു തീ പിടിച്ച് കിടക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് നടന്നിങ്ങനെ ചെല്ലുന്നു. അങ്ങനെ ഇവർ 5 പേരും നടന്ന് ആ ഒരു വശത്തേക്ക് ചെന്ന് നോക്കുന്നതും അവിടെ കാണുന്ന കാഴ്ച വേറൊന്നാണ്. ഇവർ വിചാരിച്ചത് അതേതൊരു വിമാനമാണ് തകർന്നു വീണതെന്നാണ്. പക്ഷേ അതൊരിക്കലും ഒരു വിമാനം ആയിരുന്നില്ല, അതൊരു ഏലിയൻ സ്പേസ്ഷിപ്പാണ്. അപ്പൊ ആദ്യം ഇവർക്കത് മനസ്സിലാവത്തില്ല. അപ്പോൾ നമ്മുടെ സെത്ത് ഉണ്ടല്ലോ അവനാണെങ്കിലും ഇതെല്ലാം വീഡിയോ എടുക്കുന്നുണ്ട്. ഈ തകർന്നു വീണ ഭാഗങ്ങളെല്ലാം ഓരോരുത്തരുടെ ഇങ്ങനെ ചെന്ന് പരിശോധിക്കുന്നു. അപ്പോൾ മെലനിയാണെങ്കിൽ ചോദിക്കുന്നുണ്ട് അല്ല ഇതെന്തായിരിക്കും, ഇതൊരു സൈനിക കാര്യമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, നമ്മുടെ ട്രാവിസ് പറഞ്ഞതുപോലെ എന്ന് പറയുമ്പോൾ ഒരിക്കലും അതല്ല. അപ്പോഴേക്കാണ് സെത്ത് പറയുന്നത് ഇത് അതൊന്നുമല്ല, ഇത് UFO ആണ്. ഏരിയ 51നെ പറ്റി നിങ്ങളെല്ലാം കേട്ടിട്ടില്ലേ, അവിടെയുള്ള അതേ കാര്യം, ഇത് ഏലിയൻസിന്റെ ഷിപ്പാണ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവരുടെ കൂട്ടത്തിലുള്ള നാൻസി എന്ന് പറഞ്ഞൊരു പെണ്ണ് ഹേ ഗായ്സ് ഇവിടേക്ക് വന്ന് നോക്ക് എന്നും പറഞ്ഞിട്ട് എല്ലാവരും ഓടി അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ എന്തോ നടന്നു പോയ ഒരു കാൽപ്പാട് കാണുന്നു. അതെന്തായാലും ഏലിയന്റെ കാൽപ്പാടുകളാണ്. അങ്ങനെ അതും വന്ന് ഇവർ വീഡിയോ എടുത്ത് അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരും. അതുപോലെ വെളിയിലാണെങ്കിൽ ഇപ്പോൾ നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ വീടിനകത്തിരുന്ന് ഇവരെല്ലാവരും പറയാണ് ഇതെന്താണെന്നെല്ലാം ചോദിക്കുമ്പോൾ ഇതുപോലെ ഏലിയൻ ഷിപ്പാണെന്നാണ് സെത്ത് പറയുന്നത്. ഓക്കെ എന്തായാലും നമുക്ക് പോലീസിനെ വിളിച്ചിട്ട് പറയാന്ന് പറയുമ്പോൾ പോലീസിനെ വിളിച്ചിട്ട് ഒരു കാര്യമില്ല, അവർ ഈ ഒരു കാര്യം വിശ്വസിക്കുമെന്നാണോ, ഒരിക്കലുമില്ല, നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് പോവാന്ന് പറയും. അതായിരിക്കും ഏറ്റവും നല്ലത്, ഇവിടെ നിന്ന് പ്രശ്നം ഉണ്ടാകണ്ട, പോയിട്ട് അടുത്ത ദിവസം ഇവിടേക്ക് വരാം എന്ന് സെത്ത് പറയുമ്പോൾ ഏയ് അതൊന്നും ശരിയാവത്തില്ല, എന്തായാലും പോവാന്ന് പറഞ്ഞിട്ട് എല്ലാവരും നിൽക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഈ ഒരു വീട്ടിലെ പവർ അങ്ങ് കട്ടാവുന്നു. എന്ത് സംഭവിക്കുന്നവർക്ക് അറിയുന്നില്ല. എല്ലാവരും നല്ലതുപോലെ പേടിച്ചു പോകും. അപ്പോഴേ ഹീറോയും പെട്ടെന്ന് ടോർച്ച് എടുത്ത് അടിച്ചിട്ടാണ് പറയുന്നത് ഹേ ഗൈസ് നിങ്ങൾ ആരും പേടിക്കണ്ട, ഇതിപ്പോ പവർ ബ്രേക്ക് ആയതായിരിക്കാം, നമുക്ക് താഴെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതെന്തായാലും ശരിയാക്കാന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും പതിയെ ബേസ്മെന്റിലേക്ക് ഇറങ്ങി വരും. അങ്ങനെ അവിടേക്ക് വന്ന് അവിടെയുള്ള ആ ഒരു മെയിൻ സ്വിച്ച് ഉണ്ടല്ലോ അത് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് എന്തോ ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് അത് ശരിയാക്കാനായിട്ട് കഴിയുന്നില്ല. ആ ഒരു സമയത്താണ് പെട്ടെന്ന് മുകളിൽ ഇവരുടെ ആ ഒരു നായ കുരയ്ക്കുന്ന ശബ്ദം. നായ കുരയ്ക്കണമെന്നുണ്ടെങ്കിൽ മുകളിൽ ആരോ ഉണ്ട് എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുന്നതും ആരോ മുകളിലൂടെ നടന്നു പോകുന്ന ആ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. ഏയ് ഇതാരെ ഈ ഒരു സമയത്ത് എന്നും പറഞ്ഞിട്ട് എല്ലാവരും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നതും ആ ഒരു നായ അതിനെ കടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോഴേക്കാണ് നമ്മുടെ ഹീറോയും പറയുന്നത് ഇവിടെ ഒരു തോക്കുണ്ടെന്ന് പറഞ്ഞ് അവളുടെ അച്ഛൻ പറഞ്ഞിരുന്നല്ലോ ഒരു തോക്കുണ്ടെന്ന്. ആ ഒരു തോക്ക് ഇപ്പോൾ ഇവരെടുത്ത് അത് ഹീറോയും പെട്ടെന്ന് ലോഡ് ചെയ്യും. അപ്പോൾ ഇവർ ചോദിക്കും അല്ല ഇതെങ്ങനെ നിനക്കറിയാന്ന് ചോദിക്കുമ്പോൾ ഞാനും എൻ്റെ അച്ഛനും പലതവണ വേട്ടയ്ക്ക് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ ഒരു തോക്ക് ലോഡ് ചെയ്യുന്ന സമയത്ത് മുകളിൽ ആ ഒരു നായ വെളിയിലേക്ക് ഇറങ്ങിപ്പോകുന്നതോ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും തോക്ക് ലോഡ് ചെയ്ത് നേരെ മുകളിലേക്ക് വന്ന് ഡോർ തുറന്നിങ്ങനെ നോക്കാണ്. പക്ഷെ ആരെയും കാണുന്നില്ല. പക്ഷേ അതേപോലെ തന്നെ ആ ഒരു നായനെയും അവിടെ കാണുന്നില്ല. അപ്പോഴേക്കും ഡോർ തുറന്നു കിടക്കുന്നു. ഹീറോ ഓടിച്ചെന്നിട്ട് ആ ഒരു ഡോർ അങ്ങ് അടച്ചിട്ട് വെളിയിലേക്ക് നോക്കുമ്പോഴത്തേക്കും ആരെയും അങ്ങനെ കാണുന്നില്ല. ഓഹ് എന്തായാലും അത് പോയിട്ടുണ്ട്, ഇനി കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും അവരിൽ ഒരാൾ ചോദിക്കും ഒരുപക്ഷെ അത് വെളിയിൽ പോവാതെ വീടിനകത്ത് തന്നെ ഉണ്ടെങ്കിലോ എന്ന് പറയുന്നതും ഇതാരുടെ ഇടയ്ക്കിടയ്ക്ക് പേടിപ്പിക്കാനായിട്ട് ഒരു ഡയലോഗ്. അങ്ങനെ എല്ലാവരും ടോർച്ചെല്ലാം വെച്ചിട്ട് ഈ ഒരു വീടിന്റെ പല ഭാഗങ്ങളിലായിട്ട് അടിച്ചിങ്ങനെ നോക്കാണ്. നമ്മുടെ ഹീറോയും തോക്ക് കൊണ്ട് പുറകെ തന്നെ പോകുന്നുണ്ട്. അങ്ങനെ എല്ലാ റൂമിലും നോക്കിയിട്ടും എവിടെയും ആരെയും കാണുന്നില്ല. ഹീറോയിൻ ഇപ്പോൾ പതിയെ ആ ഒരു ഡോറിന്റെ അടുത്തേക്ക് ഒന്ന് വെളിയിലേക്ക് നോക്കുമ്പോൾ അവിടെ ആരുമില്ല. അപ്പോൾ ഹീറോയിൻ പറയും ഹേയ് ഇവിടെ ഒന്നുമില്ല, അവരെന്തായാലും പോയി കാണുമെന്ന് പറഞ്ഞ് തിരിഞ്ഞു നിൽക്കുന്നതും നമ്മുടെ ഹീറോ നോക്കുമ്പോൾ ഹീറോയിന്റെ പുറകിലായിട്ട് ഡോറിന് വെളിയിൽ നമ്മുടെ ഏലിയൻ അണ്ണാച്ചി വന്നിങ്ങനെ നിൽക്കുന്നു. അപ്പോൾ പുറകിൽ എന്തോ ഉണ്ടെന്ന് മനസ്സിലാക്കി നമ്മുടെ ഹീറോയിനായാലും പെട്ടെന്ന് തിരിഞ്ഞ് ആ ഒരു ഏലിയൻ അണ്ണാച്ചീനെ ഷൂട്ട് ചെയ്യുന്നതും അത് പെട്ടെന്ന് എവിടേക്ക് ഓടി പോകുന്നുണ്ട്. എന്ത് സംഭവിച്ചെന്നറിയത്തില്ല, ഗ്ലാസ് എല്ലാം പൊട്ടി. അപ്പോൾ ഇവരെല്ലാവരും പതിയെ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് അതിന്റെ രക്തം പോലെ എന്തോ ഒന്നാണ് വേറൊരു കളറല്ലേ അത് ഫോളോ ചെയ്ത് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും അടുത്തുള്ള ആ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടല്ലോ അവിടേക്കാണ് വന്നിട്ടുള്ളത്. ഇവർ അതിനുള്ളിലേക്ക് നോക്കുമ്പോൾ ആ ഒരു ഏലിയൻ ഇപ്പോൾ ഇതിനകത്ത് കിടക്കാണ്. അതുപോലെ അത് വെള്ളത്തിനടിയിലേക്ക് താഴ്ന്നിങ്ങനെ പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ ഷൂട്ട് ചെയ്തത് അതിനെ കൊണ്ടിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കണ്ടെന്നും പറഞ്ഞ് എല്ലാവരും കാറിൽ കയറി തിരിച്ചു പോവാണ്. അപ്പോഴേക്ക് സെത്ത് പറയുന്നുണ്ട് ഹേയ് നമുക്ക് എന്തായാലും പോയിട്ട് നാളെ വന്നേ പറ്റൂ, കാരണം ആ ഒരു ഏലിയന്റെ ഫോട്ടോ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പൈസ കിട്ടും, ഇപ്പോഴും ഏലിയൻസ് ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് വലിയൊരു ക്രെഡിറ്റ് ആയിരിക്കും എന്നെല്ലാം പറയുമ്പോൾ അവന്റെ കൂടെയുള്ളൊരു പെണ്ണ് പറയും ഒന്ന് മിണ്ടാതിരിക്കോളാം മരത്തലയാന്നും പറഞ്ഞിട്ട്
ഇപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്ന സമയത്താണ് ഇവർ പോകേണ്ട ആ ഒരു വഴിയിൽ വലിയൊരു മരം ഇങ്ങനെ വീണ് കിടക്കുന്നു. അങ്ങനെ എല്ലാവരും ഇനിയിപ്പോൾ എന്ത് ചെയ്യും? കാരണം പട്ടണത്തിലേക്ക് പോയിട്ടുള്ള ഒരേ ഒരു വഴി ഇത് മാത്രമാണ്. കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് എല്ലാവരും നോക്കുമ്പോൾ ഇതിപ്പോ മഴ പെയ്തതുകൊണ്ട് വീണതായിരിക്കും എന്നും പറഞ്ഞ ആ ഒരു മരത്തിനടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് സത്യത്തിൽ അത് മഴ പെയ്തിട്ട് വീണതല്ല. കാരണം നല്ല പെർഫെക്റ്റ് ആയിട്ട് എന്തോ വെച്ച് വെട്ടി വീഴ്ത്തിയേക്കുന്നതാണ്. ഇനിയിപ്പോ മിന്നലടിച്ചതായിരിക്കോ എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ സെത്ത്, ഹീറോ, ഹീറോയിൻ ഇവര് മൂന്നുപേരും ഇവിടെ വന്ന് ഇതിനെപ്പറ്റി ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോ ബാക്കി 2 പെണ്ണുങ്ങളുണ്ടല്ലോ, അവര് രണ്ടുപേരും കാറിലാണ് ഇരിക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരു ടെസ്റ്റ്. വേറെ ഒന്നുമല്ല, പെട്ടെന്ന് മഴ അങ്ങ് നിന്നു. ചേടാ ഇതെന്ത് പെട്ടെന്ന് മഴ നിന്നേ എന്നും പറഞ്ഞ് ഇവർ തിരിഞ്ഞു നോക്കുമ്പോ ഇവരുടെ ആ ഒരു കാറുണ്ടല്ലോ അവിടെ മാത്രം മഴ പെയ്യുന്നുണ്ട്. പക്ഷെ ഇവർ നിൽക്കുന്ന അത്രയും ഭാഗം മാത്രം മഴ പെയ്യുന്നില്ല. ഇതെന്താണെന്നറിയാൻ വേണ്ടിയിട്ട് സെത്ത് പതിയെ നടന്ന് ആ ഒരു കാറിനടുത്തേക്ക് ചെന്നിട്ട് കൈവച്ച് ഇങ്ങനെ നീട്ടി നോക്കും. അത്രയും ഭാഗത്ത് മാത്രം മഴയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ മുകളിൽ എന്തോ ഒരു കാര്യമുണ്ട്. അവൻ പതിയെ മുകളിലേക്ക് നോക്കുന്നതും പെട്ടെന്ന് ആ ഒരു ഭാഗം മുഴുവൻ ചുവന്ന നിറത്തിലാവുന്നു. അവിടെയാണ് ഒരു 1.5 ടെസ്റ്റ്. പിരിവിന് വന്ന ഏലിയൻ അണ്ണാച്ചിമാര് ഏലിയൻ ഷിപ്പ് ദേ ഇവരുടെ മുകളിൽ കൊണ്ടുവച്ചേക്കുന്നു. ഇത് കാണുന്നതും ഇവര് 3 പേരും കൂടി അവിടെ നിന്ന് ഓടി കാറിനകത്തേക്ക് കയറും. സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴത്തേക്കും ആ ഒരു കാർ സ്റ്റാർട്ട് ആവുന്നില്ല. എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കാറിനകത്ത് തന്നെ ഇരിക്കാണ്, വെളിയിൽ ഇറങ്ങാതെ. പെട്ടെന്നാണ് ഇവരുടെ കൂട്ടത്തിലെ നാൻസി എന്ന് പറഞ്ഞ ഒരു പെണ്ണുണ്ടല്ലോ, അവളിപ്പോ പെട്ടെന്ന് അവളുടെ കൺട്രോൾ പോയതുപോലെ അവൾ ആ ഒരു ഏലിയൻ ഷിപ്പിലേക്ക് തന്നെ നോക്കി നിന്നിട്ട് പതിയെ ഡോറും തുറന്ന് വെളിയിലേക്ക് ഇറങ്ങിപ്പോകുന്നു. അപ്പൊ ഇവരായാലും അവളെ വിളിക്കുന്നുണ്ട്, നാൻസി അകത്തേക്ക് കയറി, പോരുത് പോരുതെന്ന് പറയുമ്പോൾ ഈ മണ്ടി പെണ്ണ് എന്താണ് കാണിക്കുന്നതെന്ന് അറിയത്തില്ല. പതിയെ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ആ ഒരു ഷിപ്പിനെ നോക്കി എന്തോ വലിയ കാര്യം കണ്ടതുപോലെ അതിന്റെ അടുത്തേക്ക് ചെന്നിങ്ങനെ നിൽക്കാണ്. ഇവര് അലറി വിളിച്ച് പറയുന്നുണ്ട്, ഇവള് വരുന്നില്ല. അങ്ങനെ ഇവള് നോക്കി നിൽക്കുന്നതും പെട്ടെന്നൊരു വെളിച്ചം അവളുടെ ദേഹത്തേക്ക് വന്നിങ്ങനെ തട്ടുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവളും അവിടെയുള്ള കല്ലുകള് ഇതുൾപ്പെടെ എല്ലാം മുകളിലേക്ക് പോകുന്നു. വേറെ ഒന്നുമല്ല, ആ ഒരു ഏലിയൻസ് നാൻസി എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിനെ പെട്ടെന്ന് തന്നെ ആ ഒരു ഷിപ്പിനകത്തേക്ക് കൊണ്ടുപോവാണ്. ഓക്കെ, ഇനിയിപ്പോൾ അവരോടൊപ്പം പിരിവിന് ഇറങ്ങാനായിട്ട് നാൻസിയും കാണും. എന്നിട്ട് അത് പെട്ടെന്ന് അവിടെ നിന്ന് മാറാൻ ശ്രമിക്കുന്നതും ഇവരെല്ലാവരും ഇപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങി ഈ ഒരു കാട് വഴി വെളിയിലേക്ക് ഓടും. അതേസമയം മറ്റൊരിടത്ത് നമ്മുടെ ഷെരീഫ് ഏതോ ഒരു RV അനാഥമായിട്ട് കിടക്കുന്നത് കണ്ടിട്ട് അവിടേക്ക് വണ്ടി കൊണ്ട് നിർത്തി വെളിയിലേക്ക് ഇറങ്ങി നോക്കുമ്പോൾ എല്ലാം അലങ്കോലമായിട്ട് കിടക്കുന്നു. അടുത്തേക്ക് ചെന്നിട്ട് തട്ടി വിളിച്ച് ആരെങ്കിലും അകത്തുണ്ടോ എന്ന് നോക്കുമ്പോൾ ആരുമില്ല. അങ്ങനെ ഷെരീഫാണെങ്കിലും അത് ഡോർ തുറന്ന് അകത്തേക്ക് ചെന്ന് എല്ലാം നോക്കുമ്പോഴത്തേക്കും അവിടെ ഒന്നും ആരെയും കാണുന്നില്ല. അപ്പോൾ അവിടെ ഒരു ക്യാമറ കിടപ്പുണ്ട്. ആ ഒരു ക്യാമറ എടുത്ത് നോക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു RVയിൽ വന്ന ഒരു ഫാമിലി, ഒരച്ഛനമ്മ, മകൻ. ഇവര് 3 പേരും ഇവിടെ മീൻ പിടിക്കുന്നതായിട്ടും അതേപോലെ തന്നെ രാത്രിയിൽ ക്യാമ്പ് ഫയർ എല്ലാം കൂട്ടിയിട്ട് എല്ലാവരും ഇരിക്കുന്ന സമയത്ത് കുറച്ച് ദൂരെയായിട്ട് എന്തോ ഒരു വെളിച്ചം കാണുന്നു. ഇതെന്താണെന്ന് ഇവർക്ക് അറിയാൻ കഴിയുന്നില്ല. ഇനി വല്ല വിമാനമാണോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കാണ് ഈ ഒരു കൂട്ടത്തിലെ ചെറിയ പയ്യൻ, അമ്മേതേ അത് നല്ല രസമുണ്ടെന്ന് പറഞ്ഞ് മുന്നിലേക്ക് ചെന്ന് നിൽക്കുന്നതും അത് ആ ഒരു ഏലിയൻ ഷിപ്പായിരുന്നു. പെട്ടെന്ന് ആ ഒരു ചെറിയ പയ്യനെയും ആ ഒരു ഏലിയൻസ് പിടിച്ചോണ്ട് പോവാണ്. അവിടെ വെച്ച് ആ ഒരു വീഡിയോയും കട്ടാവുന്നുണ്ട്. അതേ സമയമാണ് ഈ ഒരു RVയുടെ ഒരു റൂമിനടുത്ത് എന്തോ അനക്കം കേട്ട് ഷെരീഫ് അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ ഈ ബസ്സിനകത്തെ ആ ഒരു ലേഡി ഉണ്ടല്ലോ, അവരാണ് അതിനകത്ത് ഇരിക്കുന്നത്. പേടിച്ചുപോയി, നല്ല മുറിവെല്ലാം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഷെരീഫ് ചോദിക്കും, ഏയ് നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു സ്ത്രീ പറയുന്നത്, ഇതുപോലെ അവര് ഞങ്ങളെ തട്ടിക്കൊണ്ടുപോയി, എന്റെ മകനെ കൊണ്ടുപോയി, എന്നെ മാത്രം ഇവിടെ തിരിച്ചിറക്കി. അവര് നമ്മളെ പഠിക്കാൻ ശ്രമിക്കുകയാണ്. എന്നെ എന്തോ പഠിച്ചിട്ട് അവര് തിരികെ വിട്ടു. അതുപോലെ ഞാൻ മാത്രമല്ല, ഒരുപാട് പേരെ അവർ പിടിച്ചു വെച്ചിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞ ആ ഒരു ലേഡി എന്തൊക്കെയോ പറയുന്നു. നമ്മുടെ ഷെരീഫിനൊന്നും പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. അതേസമയം നമ്മുടെ ഹീറോയിനും ടീമും അവരെല്ലാവരും ഇപ്പോൾ ഓടിയിട്ട് അവസാനം ട്രാവിസ് എന്ന് പറഞ്ഞിട്ട് ആ ഒരാളുണ്ടല്ലോ, അയാളുടെ വീട്ടിലേക്ക് വരുന്നതും അയാൾ ഇപ്പോൾ സെത്തിന്റെ കഴുത്തിലേക്ക് കത്തി വെച്ചിട്ട് നിങ്ങൾ ആരാന്നില്ല എന്നെ ചോദിക്കാണ്. അപ്പോഴാണ് ഹീറോയിൻ പറയുന്നത്, ഇതെന്റെ സുഹൃത്തുക്കളാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഓക്കെ എന്താ സംഭവിച്ചേ, നമുക്കൊരു വലിയ പ്രശ്നമുണ്ട് എന്നും പറഞ്ഞ് ഇവർ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ആ ഒരു വീഡിയോ ഉണ്ടല്ലോ, സെത്ത് എടുത്ത ആ ഒരു വീഡിയോയും ഇയാൾക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നു. അത് കണ്ടതും അയാൾക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ ഈ ഒരു കാര്യം അയാൾക്ക് നേരത്തെ തന്നെ അറിയാം. ഇപ്പോൾ നമ്മുടെ ഹീറോയിനോട് പറയും, ഇതിവിടെ ഒരുപാട് കാലമായിട്ട് നടക്കുന്നുണ്ട്, ഒരുപാട് ആളുകളെ ഇതുപോലെ അവർ പിടിച്ചോണ്ട് പോകുന്നുണ്ട്. അത് അവരെന്തോ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കാര്യം അവർ ചെയ്തോട്ടെ, ഒരു കരാറ് ബേസിലാണ് ഇത് നടക്കുന്നത്. പക്ഷേ ഇവിടെയാണ് നിങ്ങളൊരു പ്രശ്നം ഉണ്ടാക്കിയത്. ഹീറോയിൻ ചോദിക്കുക, എന്തു പറ്റി? അവരിൽ ഒരാളെ നീ വെടിവെച്ച് കൊന്നു, അതുകൊണ്ട് തന്നെ ഉടമ്പടി ലംഘിച്ചിരിക്കുകയാണ്. അവരിപ്പോൾ നിങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് വരുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് ഈ ഒരു വീടിനകത്ത് എന്തോ ഒരു ട്രാക്കർ ഉണ്ട്, അതിങ്ങനെ പ്രവർത്തിക്കുന്നതും എന്തോ ഒന്ന് വന്നതുപോലെ. അപ്പോഴേക്കാണ് ഇവര്, ഹേ ഗായ്സ് ഇതെന്താണെന്ന് നോക്കാൻ പറയുമ്പോൾ ട്രാവിസിനോട് ചോദിക്കും, ട്രാവിസ് ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ ട്രാവിസ് പറയും, ഇത് അവര് വരുന്നുണ്ടോ ഇല്ലേ എന്നറിയാൻ വേണ്ടി ഞാൻ വെച്ചൊരു ഡിവൈസാണ്, അങ്ങനെയാണെങ്കിൽ അവരിപ്പോ ഇവിടേക്ക് വരികയാണ് എന്ന് പറയുന്നതും പെട്ടെന്ന് അതിലൊന്നും കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ഇവർ ചോദിക്കും, ഹേയ് ഇതെന്തു പറ്റി, അവരിവിടെ നിന്ന് പോയോന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലുമില്ല, അവരിപ്പോൾ നമ്മുടെ മുകളിൽ തന്നെയുണ്ട് എന്ന് പറയുന്നതും ഈ ഒരു വീടിന് മുകളിൽ എന്തായാലും ഏലിയൻസ് ഉണ്ട്,
പെട്ടെന്ന് തന്നെ അവിടെയുള്ള പവർ എല്ലാം കട്ടാവുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ട്രാവിസ് എല്ലാവരെയും കൊണ്ട് അവന്റെ ആ ഒരു ഫാമിനടുത്തേക്ക് ചെന്നിട്ട് അവരെ എല്ലാവരെയും വെളിയിലേക്ക് പറഞ്ഞു വിടും. എന്നിട്ട് പറയും, നിങ്ങൾ എല്ലാവരും വെളിയിലേക്ക് പോയിക്കോ, ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം, കാരണം ഈ ഒരു സ്ഥലം വിട്ട് വരാനായിട്ട് എനിക്കൊട്ടും താല്പര്യമില്ല എന്നും പറഞ്ഞ് ബാക്കി എല്ലാവരെയും പറഞ്ഞു വിട്ട് ട്രാവിസ് ഇപ്പോൾ ഒരു തോക്കുമായിട്ട് അതിനകത്ത് തന്നെ നിൽക്കാണ്. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും അതിനകത്തൊരു ഏലിയൻ വന്നിട്ടുണ്ട്. അങ്ങനെ ട്രാവിസ് ആയാലും തോക്കും കൊണ്ട് പതിയെ നടന്ന് ഒരിടത്തേക്ക് ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ട്രാവിസിന്റെ പുറകിലൂടെ അധികം ഓടിപ്പോവും. അപ്പോൾ ട്രാവിസ് ഇവിടുന്ന് തിരിഞ്ഞു നിന്ന് അവിടേക്ക് ഷൂട്ട് ചെയ്യും. പക്ഷെ അതിന് കൊള്ളത്തില്ല. ആ ഒരു വശത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ കാണുന്നില്ല. അപ്പോൾ ട്രാവിസ് പറയും, ഓ അപ്പോൾ നീ ഒളിച്ചു കളിക്കുകയാണല്ലേ എന്നും പറഞ്ഞ് ട്രാവിസ് പെട്ടെന്ന് അടുത്തുള്ളൊരു കവറിനിടയിലേക്ക് കയറി ഇങ്ങനെ ഒളിച്ചു കിടക്കും. എന്നിട്ട് പതിയെ ഒരു ലൈറ്റ് വെച്ച് ഓരോ വശത്തായിട്ട് ഇങ്ങനെ നോക്കി നോക്കി വരികയാണ്. പെട്ടെന്ന് കാണിക്കുമ്പോഴത്തേക്കും ഇതാണെങ്കിൽ ചാടി മുകളിലേക്ക് കയറുന്നതും ട്രാവിസ് അവിടേക്ക് ഷൂട്ട് ചെയ്യുന്നു. ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു ഹോളിനകത്തൂടെ എന്തോ ഒരു ലിക്വിഡ് ഇങ്ങനെ താഴേക്ക് വീഴുന്നുണ്ട്. ഇനി അതിന്റെ രക്തമോ അങ്ങനെ എന്തെങ്കിലും ആണോ എന്നറിയത്തില്ല. അത് മരിച്ചെന്ന് വിചാരിച്ചിട്ട് ട്രാവിസ് പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി അടിയിലെല്ലാം നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ മുകളിലേക്ക് നോക്കാനായിട്ട് വരുന്നതും പെട്ടെന്ന് ആ ഒരു ഏലിയൻ അവനെ പിടിച്ച് വലിച്ച് മുകളിലേക്ക് എടുത്ത് ട്രാവിസിനെ അവിടെ വെച്ച് തന്നെ കൊല്ലുകയും ചെയ്യുന്നു. അതേസമയം ഇവിടെ നമ്മുടെ ഷെരീഫ് ആണെങ്കിലോ ഈ രക്ഷപ്പെട്ട് വന്ന ലേഡി ഉണ്ടല്ലോ, അവരെ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് ആംബുലൻസ് എല്ലാം വിളിച്ചിട്ടുണ്ട്. പോകുന്നതിന് മുന്നേ ആ ഒരു ലേഡി പറയുന്നുണ്ട്, പ്ലീസ് നമ്മളെപ്പോലെ ഒരുപാട് പേര് അതിനകത്തുണ്ട്, അവരെല്ലാവരും രക്ഷിക്കണം എന്നെല്ലാം പറഞ്ഞിട്ടാണ് ആ ഒരു ലേഡി പോകുന്നത്. അപ്പോൾ ഷെരീഫ് ആണെങ്കിലും നേരെ വണ്ടിക്കകത്തേക്ക് കയറി തന്റെ ഭാര്യയുടെ ആ ഒരു ഫോട്ടോ എടുത്ത് നോക്കിയിട്ടാണ് പറയുന്നത്, അതായിരിക്കാൻ സാധ്യതയില്ല, ഈ ഏലിയൻസ് തട്ടിക്കൊണ്ട് പോയതായിരിക്കത്തില്ല എന്നാണ് നമ്മുടെ ഷെരീഫ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇപ്പോൾ വീട്ടിൽ കാണിക്കുമ്പോൾ ഹീറോയിനും ടീമും ആ ഒരു വീടിന്റെ ജനാലയും മറ്റു കാര്യങ്ങളെല്ലാം വലിയ തടിയെല്ലാം കൊണ്ടുവന്ന് ഡ്രില്ല് ചെയ്ത് നല്ല രീതിയിൽ ഉറപ്പിച്ചു വെക്കുകയാണ്. കാരണം ഈ ഒരു ഏലിയൻസ് അകത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് എല്ലാവരും അതിനകത്ത് ഇങ്ങനെ പേടിച്ചു നിൽക്കുന്നതും ഇപ്പോൾ വെളിയിൽ ഡോറിൽ എന്തോ ഒന്ന് തട്ടുന്നൊരു ശബ്ദം തുറക്കാൻ ശ്രമിക്കുന്നത് പോലെ. അപ്പൊ ഇവരായാലും പേടിച്ചിട്ട് നമ്മുടെ ഹീറോയിൻ പതിയെ ചെന്ന് ആ ഒരു ഹോള് വഴി വെളിയിലേക്ക് നോക്കുമ്പോൾ അപ്പോഴത്തെ ഒരു ഏലിയൻ നിന്ന് ഇവിടേക്ക് നോക്കുന്നു. ഇത് കാണുന്നത് ഹീറോയിൻ പറയും അവർ വെളിയിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരും റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കാണ്. അപ്പൊ സെത്താണെങ്കിൽ ആ ഒരു തോക്കും വെച്ചിട്ട് ഓക്കെ ഡോർ തുറക്ക്, ഞാൻ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞ് പെട്ടെന്ന് വന്ന് ഡോർ തുറക്കുന്നതും വെളിയിൽ വലിയൊരു വെളിച്ചം കാണുന്നു. അവ ഷൂട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും അത് ആ ഒരു ഏലിയൻ അല്ലായിരുന്നു, അത് പോലീസുകാരാണ്. ഇപ്പൊ നമ്മുടെ ഷെരീഫും ബാക്കിയുള്ളവരും അകത്തേക്ക് കയറി വന്ന് ഇവരെല്ലാവരും പിടിച്ചു വയ്ക്കുകയാണ്. നിങ്ങൾ കുടിച്ചിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കിയെന്നും പറഞ്ഞ് ഇവരെ പിടിക്കുമ്പോഴത്തേക്കും ഇവരെ നടന്ന കാര്യങ്ങളെല്ലാം പറയും. നമ്മുടെ ഹീറോയിൻ ആയാലും ഷെരീഫിനോട് പറയുന്നുണ്ട്, പ്ലീസ് നിങ്ങൾ വിശ്വസിക്കേ, ഇവിടെ ഒരു ഏലിയൻ ഉണ്ട്, ഇവിടെ തകർന്നു വീണ ഒരു കാര്യം അതൊരു UFO ആണ്, അവർ ഞങ്ങളുടെ ഒരു സുഹൃത്തിനെ കൊണ്ടുപോയെന്നെല്ലാം പറയുമ്പോൾ പെട്ടെന്ന് ഈ ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് ഇത് അറിയാത്തവരെ വിശ്വസിക്കാന്നാണോ? ഒരിക്കലുമില്ല. ഇവരെല്ലാവരും കഞ്ചാവെല്ലാം വലിച്ചിട്ട് ആകെ ബഹളം ഉണ്ടാക്കുന്നതാണ് ഈ ഒരു പോലീസുകാർ പറയുന്നത്. ഹീറോയും പല രീതിയിലും പറയുന്നുണ്ട്, അവരിലൊരാള് ഇപ്പൊ ഇവിടെ വന്നതേ ഉള്ളൂ, ഓക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഒന്നിനെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അത് നമ്മുടെ പൂളിൽ കിടപ്പുണ്ട് എന്നും പറഞ്ഞ് ഇപ്പൊ ഈ ഒരു ഷെരീഫിനെ വിളിച്ച് നേരെ പൂളിനടുത്തേക്ക് വന്നിട്ട് നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് ആ ഒരു ഏരിയനെ കാണുന്നില്ല. അപ്പോൾ ഇവർ പറയും അതെന്തായാലും രക്ഷപ്പെട്ട് കാണും, മരിച്ചിട്ടുണ്ടാവത്തില്ല എന്നെല്ലാം പറയുന്ന സമയത്താണ് അടുത്ത ഒരു ഷെഡിൽ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. അപ്പോൾ നമ്മുടെ ഷെരീഫ് പറയും, നിങ്ങളെല്ലാവരും വണ്ടിയിലേക്ക് പോയിരിക്കും, ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് ഷെരീഫ് മാത്രം ആ ഒരു ഷെഡിനകത്തേക്ക് കയറും. അകത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ എന്തോ നടക്കുന്നത് പോലെയെല്ലാം ശബ്ദം കേൾക്കുന്നുണ്ട്. അകത്തേക്ക് ചെന്ന് ആരെയും കാണാത്തത് കൊണ്ട് ഷെരീഫ് പറയുന്നുണ്ട്, ഇത് ഷെരീഫാണ്, അകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ വെളിയിലേക്ക് വരാൻ പറഞ്ഞ് ഇപ്പൊ ആ ഒരു ഷെഡിന്റെ മുകളിലേക്ക് ഇങ്ങനെ കയറി നോക്കുമ്പോഴത്തേക്കും അവിടെ ആരും കാണുന്നില്ല. അങ്ങനെ ഇറങ്ങി വരുന്ന സമയത്താണ് കൈ എന്തിലോ തട്ടിയിട്ട് അതെന്താണെന്ന് നോക്കുമ്പോൾ എന്തോ ഒരു ലിക്വിഡ് പോലെ. എന്നിട്ട് വീണ്ടും മുകളിലേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെ ഇവരുടെ ആ ഒരു നായ ഉണ്ടല്ലോ അതിനെ കൊന്നിങ്ങനെ ഇട്ടേക്കുന്നു. അങ്ങനെ ഇതെന്ത് സംഭവിച്ചെന്നറിയാതെ ഷെരീഫ് അവിടെ നിൽക്കുമ്പോഴത്തേക്കും ഷെരീഫിന്റെ പുറകിലൂടെ ആ ഒരു ഏലിയൻ പെട്ടെന്ന് കൂടി മറയുന്നതും ഷെരീഫിന് കാര്യം മനസ്സിലായി. ഇപ്പൊ ആ ഒരു ഏലിയൻ ആണെങ്കിലും പെട്ടെന്ന് വെളിയിലേക്ക് ചാടിയങ്ങ് പോവാണ്. ഷെരീഫ് വെളിയിലേക്ക് ടോർച്ച് അടിക്കുമ്പോൾ അവിടെയുള്ള ചെടികളെല്ലാം ഇങ്ങനെ അനങ്ങുന്നുണ്ട്. ഷെരീഫാണെങ്കിലും ഷെരീഫ് ഇപ്പോൾ അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കാണ് ഈ ഷെരീഫിന്റെ കൂടെയുള്ള വേറൊരുത്തനുണ്ട്, ഒരു പോലീസുകാരൻ. അയാളിപ്പോ നമ്മുടെ സെത്തിനോട് ഇങ്ങനെ സംസാരിക്കാണ്. ആ ഒരു ഏലിയൻ ഷിപ്പ് വന്നിട്ട് നിങ്ങൾ അവരെന്തെങ്കിലും ചെയ്തോ എന്നെല്ലാം മോശമായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കും സെത്ത് പറയും, നിങ്ങളത് വിശ്വസിക്കാത്തത് കൊണ്ടാണ് സത്യമെന്ന് പറയുമ്പോൾ ഷെരീഫ് ഇപ്പോൾ വണ്ടിയിലേക്ക് വന്നിരിക്കും. അപ്പോഴേക്കാണ് ആ ഒരു ഓഫീസർ പറയുന്നത്, എന്തായി അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഷെരീഫ് പറയും, ഇവർ പറഞ്ഞത് ശരിയാണ്, അങ്ങനെ ഒരു കാര്യം ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ ആ ഒരു ഓഫീസർ പറയും, ഏയ് നീ എന്തായി പറയുന്നത്, ഈ പിള്ളേര് കുടിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ചിട്ട് അതൊക്കെ ഉള്ളതാണെന്നാണോ? ദേ നോക്ക്, നിന്റെ ഭാര്യ നിന്നെ ഉപേക്ഷിച്ച് വേറൊരാളുടെ കൂടെ പോയതിന് ശേഷം അപ്പോഴും നീ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്, പക്ഷെ നമുക്കെല്ലാം അറിയൂ നിന്നെ കളഞ്ഞ് അവൻ മറ്റൊരാളോടൊപ്പം പോയതാണെന്ന് എന്ന് പറയുമ്പോഴത്തേക്കാണ് നമ്മുടെ ഷെരീഫ് പറയുന്നത്, ഓക്കെ ഈ ഒരു നാട്ടുകാരെല്ലാം അങ്ങനെ തന്നെയാണ് പറയുന്നത്, പക്ഷേ ഇപ്പോൾ ഞാൻ അതൊരിക്കലും വിശ്വസിക്കുന്നില്ല. കാരണം എൻ്റെ അടുത്ത് ഉറങ്ങിക്കിടന്ന എൻ്റെ ഭാര്യ, അവൾ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടായിരുന്നു, ഒരിക്കലും അവൾ എന്നെ വിട്ടുപോകത്തില്ല എന്ന് എനിക്കറിയാം. അങ്ങനെയുള്ള അവള് എങ്ങനെ വെളിയിൽ പോകും, അതും ഉള്ളിൽ വെച്ച് തന്നെ ലോക്ക് ചെയ്തിട്ട്, അതെങ്ങനെ സാധ്യമാവുമെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ഓഫീസറിന് അതിന് ഉത്തരവില്ല.
അതുമല്ല അവൾ അവളുടെ ഡ്രസ്സോ മറ്റു കാര്യങ്ങളോ ഒന്നും എടുത്തില്ല. അവൾ എന്നെ വിട്ടു പോയതല്ല ഈ ഒരു നാട്ടുകാർ പറയുന്നത് പോലെ, ഒരിക്കലും അതല്ല. ഇവർ പറയുന്നത് പോലെ അത് ആ ഒരു ഏലിയൻസ് ആണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നതും പെട്ടെന്ന് ഇവരുടെ കാറിന് മുന്നിലായിട്ട് ഒരു വെളിച്ചം എന്താണെന്ന് റോഡിലേക്ക് നോക്കുമ്പോഴത്തേക്കാണ് അവിടെ ഇപ്പോൾ ഒരു ഏലിയൻ വന്ന് ഇങ്ങനെ നിൽക്കുന്നു. അണ്ണാച്ചി ഇപ്പോൾ പൈസ പിരിക്കാനായിട്ട് റോഡിൽ ഇറങ്ങിയോ? എന്നിട്ട് പോലീസുകാരുടെ നേർക്ക് ഇപ്പോൾ ഒരു വെളിച്ചം ഇങ്ങനെ അടിക്കുന്നതും ഇപ്പൊ ആ ഒരു ഏലിയൻ ആ ഒരു പോലീസുകാരനെ കൺട്രോളിലെടുക്കാണ്. അതിന്റെ കൈ വെച്ച് നമ്മുടെ ഷെരീഫിനെ കൺട്രോളിലെടുത്ത് ഷെരീഫ് അടുത്തുള്ള ആ ഒരു പോലീസുകാരനെ ഷൂട്ട് ചെയ്ത് കൊല്ലും. അത് കഴിഞ്ഞ് ആ ഒരു തോക്കെടുത്ത് തലയിലേക്ക് വെച്ച് സ്വയം ഷൂട്ട് ചെയ്ത് മരിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം കണ്ട് സെത്ത് എന്ന് പറഞ്ഞ അവനാണെങ്കിലോ പുറകിൽ കിടന്ന് അലറി വിളിക്കാണ്. അതേസമയം നമ്മുടെ ഹീറോയിൻ അവിടേക്ക് വരുമ്പോഴത്തേക്കും സെത്ത് പറയും, എന്നെ ഈ ഒരു കാറിൽ നിന്നും എങ്ങനെയെങ്കിലും പുറത്തിറക്കുന്നും പറഞ്ഞിട്ട് അവനെ കൂട്ടി ഇപ്പോൾ നേരെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവനാണെങ്കിൽ ഭ്രാന്ത് പിടിച്ചതുപോലെ എന്ത് ചെയ്യണമെന്നറിയാൻ കഴിയാതെ ആ ഒരു പോലീസുകാരന്റെ തോക്കും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ്. കാര്യം ചോദിക്കാൻ വരുന്ന നമ്മുടെ ഹീറോയെയും ഒരു ഒറ്റയടി വല്ല കാര്യം ഉണ്ടായിരുന്നു, അങ്ങോട്ട് മാറിയിരുന്നെങ്കിൽ അടി പോലും കൊള്ളത്തില്ലായിരുന്നു. എന്നിട്ട് അവനായാലും ഭ്രാന്ത് പിടിച്ച് എന്ത് ചെയ്യുന്നെല്ലാം പറഞ്ഞിങ്ങനെ നടക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഈ ഒരു വീട് മുഴുവനായിട്ടും കുലുങ്ങാൻ തുടങ്ങാണ്. വേറെ ഒന്നുമല്ല, ആ ഒരു ഏലിയൻ ഇവരെ തിരക്കി വീടിന്റെ മുകളിലേക്ക് വന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ അതിനകത്തേക്ക് അതിന്റെ ആ ഒരു വെളിച്ചോടിച്ചിട്ട് ഒരു പ്രത്യേകതര ശബ്ദം പുറപ്പെടുവിക്കുന്നതും ഇവർക്ക് അവരെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാതെ പല കാര്യങ്ങളിങ്ങനെ ചിന്തിച്ചു കൂട്ടുകയാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇവരുടെ ബോധം നഷ്ടപ്പെടുന്നത് പോലെ ഇങ്ങനെ ആവുന്നതും പെട്ടെന്ന് എല്ലാവരും നോർമൽ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്കായിട്ട് മാറി അവിടെ നിന്നും ഓരോ മുറികളിലായിട്ട് പോയി ഇങ്ങനെ ഒളിക്കും. അപ്പോഴേക്കാണ് നമ്മുടെ ഹീറോ ഇവരെല്ലാവരും ഒരു മുറിക്കകത്ത് പൂട്ടിയിട്ടിട്ട് എന്റെ സുഹൃത്തുക്കളെ കൊണ്ടുപോകാനായിട്ട് ഞാൻ ഒരിക്കലും അനുവദിക്കില്ല എന്നും പറഞ്ഞ് അവൻ ഇപ്പോൾ ഒരു കത്തിയെടുത്ത് വെളിയിലേക്ക് വരാനായിട്ട് പോകുമ്പോൾ ആ ഒരു ഏലിയൻ വെളിയിൽ നിൽക്കുന്നു. ഇവൻ നേരെ അവിടെ നിന്ന് മുകളിലേക്ക് കയറി ഒരു ബാത്ത് ടബുണ്ട്, അതിനകത്ത് കയറി ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. അതേസമയം സെത്ത് എന്ന് പറഞ്ഞിട്ട് അവനുണ്ടല്ലോ, അവനാണെങ്കിലും പേടിച്ച് ആ തോക്കും അതേപോലെ തന്നെ ഒരു ടോർച്ചും കൊണ്ട് അടുത്തുള്ളൊരു കാടിനകത്തേക്ക് ഓടിക്കയറും. അങ്ങനെ ഓടി ഓടി കുറെ ദൂരം ചെല്ലുമ്പോഴത്തേക്കും ഇതിനകത്തും ആ ഒരു ഏലിയൻ ഓടുന്ന ശബ്ദം കേൾക്കുന്നു. ഇവനായാലും പേടിച്ച് അവിടെയെല്ലാം നിന്ന് പലയിടങ്ങളിലായിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ കുറെ കഴിയുമ്പോഴത്തേക്കും അവന്റെ ആ ഒരു ബുള്ളറ്റ് തീർന്നിട്ട് പേടിച്ച് തിരിഞ്ഞു നോക്കുന്നതും ഏലിയൻ പുറകിലൂടെ വന്ന് ഒരു ഒറ്റയിടി. എന്നിട്ട് അവനെ പിടിച്ചുകൊണ്ടുപോയി നല്ലതുപോലെ അവനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. കുറെ കഴിഞ്ഞ് അവൻ എഴഞ്ഞിങ്ങനെ പോകുമ്പോഴത്തേക്കും ഈ ഒരു ഏലിയൻ ഷിപ്പ് വന്നിട്ട് അവനെ വലിച്ച് മുകളിലേക്ക് എടുക്കാൻ പോവാണ്. ആ ഒരു സമയത്ത് ഇവൻ എന്താ ചെയ്യുന്ന വെച്ചാൽ അതിന്റെ കൂടെ പോവാതിരിക്കാൻ വേണ്ടി ഈ ഒരു ഷെരീഫിന്റെ കയ്യിൽ നിന്നെടുത്ത വിലങ്ങുണ്ടായിരുന്നു, അതെടുത്തൊരു മരത്തിൽ തന്റെ കൈ ഇങ്ങനെ വെച്ചിട്ട് അതിൽ പിടിച്ചിങ്ങനെ നിൽക്കുന്നതും ഈ ഒരു ഏലിയൻ ഷിപ്പ് അവനെ വലിച്ച് മുകളിലേക്ക് എടുക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ അവന്റെ കൈ മാത്രം അവിടെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. കാരണം അവനെ വലിച്ചെടുത്ത് മുകളിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞു. അതേസമയം ഇവിടെ വീടിനകത്താണെങ്കിൽ ഹീറോ ഒരിടത്തിരിക്കുന്നു. ഹീറോയിനും അവളുടെ സുഹൃത്തും മറ്റൊരു മുറിയിൽ ഇങ്ങനെ പേടിച്ചിരിക്കുകയാണ്. അപ്പോഴേക്കാണ് ഹീറോ പതിയെ അവിടെ നിന്ന് എഴുന്നേറ്റ് ഈ ഒരു ഏലിയൻ എവിടെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി കത്തിയും കൊണ്ട് ഇങ്ങനെ പോകുന്നതും പെട്ടെന്ന് അടുത്തുള്ള ആ ഒരു ഗ്ലാസ് എല്ലാം ഇടിച്ചു പൊട്ടിച്ച് ഒരു കൈ ഹീറോയെ വന്ന് പിടിച്ച് അവനെ വലിച്ചെടുത്തോണ്ട് പോവാണ്. അപ്പോഴേക്കാണ് ഹീറോയിൻ ഈ ഒരു സുഹൃത്തിനോട് പറയുന്നത്, ശരി നീ ഇവിടെ ഇരിക്കേ, എന്തു വന്നാലും നിന്നെ വിട്ടുകൊടുക്കത്തില്ല എന്നും പറഞ്ഞ് ഹീറോയിൻ പതിയെ വെളിയിലേക്ക് ഇറങ്ങി നോക്കുന്നതും ആ ഒരു വെളിച്ചം ഇപ്പോൾ വീടിനടുത്ത് നിന്നും ഇല്ലാതായി. അവളായാലും വെളിയിലേക്ക് ഇറങ്ങി ഒന്ന് നോക്കുമ്പോൾ വീടിനകത്ത് ആരെയും കാണുന്നില്ല, പ്രത്യേകിച്ച് കെയിലിനെ. അതുമല്ല പെട്ടെന്ന് തന്നെ ഈ ഒരു വീട്ടിലെ വെളിച്ചമെല്ലാം തിരിച്ചു വരുന്നതും എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ആ ഒരു ഏലിയൻ ഷിപ്പ് ഇവിടെ നിന്നും പോയി കഴിഞ്ഞു. അതുകൊണ്ടാണ് ഈ ഒരു വെളിച്ചമെല്ലാം തിരിച്ചു വന്നത്. അതുമല്ല ആരെയോ വലിച്ചഴിച്ച് കൊണ്ടുപോയ ആ ഒരു രക്തത്തിന്റെ പാടിനെ കാണുന്നുണ്ട്. അതെന്തായാലും ഹീറോ തന്നെയാണെന്ന് മനസ്സിലാക്കി ഹീറോയിൻ ഇപ്പോ ഓടി വെളിയിലേക്ക് വരികയാണ്. വെളിയിലേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും ആ ഒരു ഏലിയൻ ഷിപ്പ് ഇപ്പോൾ മുകളിലേക്ക് പോകുന്നു. ഹീറോയും വന്നിട്ട് കെയിൽ അവനെ കൊണ്ടുവരുതെന്നും പറഞ്ഞ് അവൾ ഒരുപാട് കരഞ്ഞു വിളിക്കുന്നുണ്ട്. അണ്ണാച്ചിമാർക്ക് ഇതുവല്ലോ മനസ്സിലാവൂ, അല്ലാന്നുണ്ടെങ്കിൽ അവരെപ്പോഴേ തിരിച്ചു വന്നേനെ. അങ്ങനെ ഹീറോയിൻ ഇപ്പോൾ ഓടി അകത്തേക്ക് പോയിട്ട് ഈ ചെറിയ ഫയർ ക്രാക്കർ ഉണ്ട്, അതും എടുത്ത് നേരെ വെളിയിലേക്ക് വന്ന് അത് കത്തിച്ചിട്ട് മുകളിലേക്ക് ഇങ്ങനെ ഷൂട്ട് ചെയ്യും. അപ്പൊ ഇത് മുകളിലേക്ക് പോയി ഇങ്ങനെ പൊട്ടുന്നതും അത് തിരിച്ചു വരുന്ന ലക്ഷണമില്ല. അപ്പോഴും ഹീറോയിൻ ആകെ വിഷമിച്ച് താഴെ ഇരിക്കുന്ന സമയത്താണ് ഏലിയൻസിന് മനസ്സിലായി താഴെ ആരോ ഉണ്ടെന്ന്. അതുകൊണ്ട് പോയ പോക്കിൽ തന്നെ അത് തിരിച്ചു വന്നിട്ട് ഇപ്പോൾ നമ്മുടെ ഹീറോയിനെയും പതിയെ പിടിച്ച് ആ ഒരു ഷിപ്പിനുള്ളിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ കണ്ണു തുറക്കുമ്പോഴത്തേക്കും എന്തോ ഈ ഒരു പായല് പോലെ മുടിയെല്ലാം പോലെ അവളെ മൊത്തമായിട്ട് ഇങ്ങനെ ചുറ്റിയിരിക്കുന്നു. അതെല്ലാം പൊട്ടിച്ച് ഹീറോയിൻ നേരെ താഴേക്ക് ഒന്ന് വീഴും. എന്നിട്ട് എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേക്കാണ് വലിയൊരു അറ പോലെയാണ് അതുള്ളത്. അവളായാലും അവിടെ നിന്ന് എഴുന്നേറ്റ് ചുറ്റിനും നോക്കുമ്പോൾ ഇപ്പൊ ഈ ഒരു ഏലിയൻസ് പിടിച്ച മനുഷ്യരുണ്ടല്ലോ, അവരെ എല്ലാവരെയും ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഹീറോയിനെ പിടിച്ചു വെച്ചേക്കുന്നത് പോലെ തന്നെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. അവളായാലും പേടിച്ച് പതിയെ നടന്ന് അതിന് വെളിയിലേക്ക് വരുമ്പോഴത്തേക്കാണ് അതുപോലെ ഒരുപാട് അറകൾ അവിടെ ഉണ്ട്. അതുമല്ല ഈ ഒരു വലിയ ഏലിയൻ ഷിപ്പിനുള്ളിലായിട്ട് ഒരു വലിയ ലോകം തന്നെയുണ്ട്. അതിനകത്താണ് ഈ ചെറിയ ചെറിയ ഷിപ്പുകളെല്ലാം ഇങ്ങനെ പറന്ന് നടക്കുന്നത്. അതുപോലെ ഇതിന്റെ പ്രധാന ആ ഒരു അറ, ആ ഒരു ഭാഗം, ഇതെല്ലാം ഹീറോയിൻ ഇങ്ങനെ കാണും. അങ്ങനെ അതെല്ലാം കണ്ടു നിൽക്കുന്ന സമയത്താണ് ഇവിടെ സെത്ത് എന്ന് പറഞ്ഞ അവനുണ്ടല്ലോ, അവനെ കാണിക്കുമ്പോഴത്തേക്കും അവനിപ്പോ ഒരു ഏലിയൻ ഏതോ ഒരിടത്ത് ഇങ്ങനെ കെട്ടിയിട്ടേക്കാണ്. അവനിപ്പോ ജീവനുണ്ട്, മരിച്ചിട്ടില്ല. അവനാണെങ്കിലും എന്നെ സഹായിക്കണേന്ന് പറഞ്ഞ് അലറി ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് പെട്ടെന്ന് മുകളിൽ നിന്നും ഒരു മെഷീൻ ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരികയാണ്. എന്നിട്ട് അവന്റെ നോക്കി നിന്ന് എന്തോ ഒരു കാര്യം അവന്റെ ദേഹത്ത് ഇങ്ങനെ തുപ്പി വിടുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കാണ് അതിൽ നിന്നും
എന്തോ ഒരു ജീവി പാറ്റയെ പോലെ ഇരിക്കുന്നു. അത് പതിയെ അവന്റെ വയറിനുള്ളിൽ ഇങ്ങനെ കയറി പോവാണ്. ഇപ്പൊ അവനായാലും വേദന കൊണ്ട് കരയാൻ തുടങ്ങുന്ന ആ ഒരു സമയത്ത് ഈ ഒരു മെഷീൻ ഇപ്പൊ ഒരു ലേസർ വെച്ച് അവന്റെ ദേഹത്ത് എന്തോ ഒരു കാര്യം ഇങ്ങനെ മാർക്ക് ചെയ്ത് വിടുന്നുണ്ട്. അങ്ങനെ അത് ചെയ്തതിന് ശേഷം പെട്ടെന്ന് അവനെ തിരിച്ചു നിർത്തിയിട്ട് അവന്റെ ബാക്ക് സൈഡ് ഉണ്ടല്ലോ, അതിനുള്ളിലേക്ക് എന്തോ ഡ്രില്ലിംഗ് മെഷീൻ പോലെ എന്തോ ഒന്ന് കുത്തി കയറ്റി കുറെ തിരിപ്പ് തിരിക്കുന്നതും പാവസെത്ത് അവിടെ വെച്ച് തന്നെ മരിക്കുകയും ചെയ്യുന്നു. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയിൻ ആണെങ്കിലോ ഒരുപാട് മുറികളിലായിട്ട് ഇങ്ങനെ നടന്ന് ഹീറോയെ കണ്ടുപിടിക്കാൻ നോക്കാണ്. അങ്ങനെ ചെല്ലുമ്പോഴത്തേക്കും ഒരു പെണ്ണിന്റെ അടുത്ത് പാതി മനുഷ്യന്റെ ശരീരം പാതി ഏലിയന്റെ തല ഈ ഒരു രീതിയിലുള്ള രൂപയിലായി നിൽക്കാണ്. അങ്ങനെ ഒരുപാട് പേര് പല രീതിയില് ഇതെല്ലാം കണ്ട് അവള് നല്ലതുപോലെ പേടിച്ച് ഇപ്പൊ അവസാനം നമ്മുടെ ഹീറോയെ കണ്ടുപിടിക്കും. അങ്ങനെ അവനെ വലിച്ച് താഴേക്ക് ഇടുമ്പോഴത്തേക്കാണ് അവന്റെ ജീവനില്ല. അവളായാലും നല്ലതുപോലെ വിഷമിച്ചിട്ട് അവന് CPR ഇങ്ങനെ കൊടുക്കും. അങ്ങനെ ഒരുപാട് നേരം കൊടുത്ത് അവസാനം നമ്മുടെ ഹീറോയും ജീവനോടെ തിരിച്ചു വരികയാണ്. അതും കൂടി ആവുന്നതും ഹീറോയിൻ അവനെ കെട്ടിപ്പിടിച്ചിട്ട് അവളുടെ ആ ഒരു ഇഷ്ടമല്ല അവനോട് പറഞ്ഞ് രണ്ടുപേരും കെട്ടിപ്പിടിച്ച് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാനായിട്ട് വരുമ്പോ അവരുടെ മുന്നിൽ ഇതാ നിൽക്കുന്നു 3 ഏലിയൻസ്. ഇതിനെ കൂടി കാണുന്നതും ഏലിയൻ അണ്ണാച്ചിക്ക് പൈസ കൊടുക്കാൻ ഇപ്പൊ പൈസയും ഇല്ല. എന്ത് ചെയ്യും? അണ്ണാച്ചിമാര് 3 പേര് മുന്നിൽ വന്ന് നിൽക്കാണ്. കയ്യിലൊന്നുമില്ല അണ്ണാച്ചി എന്നും പറഞ്ഞിട്ട് രണ്ടുപേരും കെട്ടിപ്പിടിച്ചിങ്ങനെ ഇരിക്കുന്നതും പെട്ടെന്ന് എന്തോ ഒരു വെളിച്ചം. കുറച്ചു കഴിഞ്ഞ് രണ്ടുപേരും കണ്ണു തുറക്കുമ്പോ ഇവരിപ്പോ ഭൂമിയിലാണുള്ളത്. രണ്ടുപേരും അവിടെ നിന്ന് എഴുന്നേറ്റ് ഓക്കെ, ആ ഒരു ഏലിയൻസ് എന്തായാലും ഇവരെ രണ്ടുപേരെയും വെറുതെ വിട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം എന്തായാലും മനസ്സിലായി. അങ്ങനെ രണ്ടുപേരും എഴുന്നേറ്റ് രക്ഷപ്പെട്ട ആ ഒരു സന്തോഷത്തില് വെളിയിലേക്ക് വരുമ്പോഴത്തേക്കാണ് അവിടെ ഒരുപാട് പട്ടാളക്കാരിങ്ങനെ നിൽക്കുന്നു. അവരെ കാണുന്നതും നമ്മുടെ ഹീറോയിൻ രക്ഷിക്കണമെന്നുള്ള രീതിയിൽ ഓടിയിങ്ങനെ വരുന്നതും പെട്ടെന്ന് ആ ഒരു പട്ടാളക്കാരൻ നമ്മുടെ ഹീറോയിനെ ഷൂട്ട് ചെയ്യും. അവൾ അപ്പൊ തന്നെ താഴേക്ക് വീണു. ഇത് കണ്ട ഹീറോ പുറകെ ഓടി വരുമ്പോ അവനെയും അവര് ഷൂട്ട് ചെയ്യാണ്. എന്താണ് കാര്യമൊന്നും പോലും തിരക്കുന്നില്ല. അങ്ങനെ താഴെ വീണ രണ്ടുപേരും പരസ്പരം ഇങ്ങനെ നോക്കി കിടക്കുമ്പോഴത്തേക്കാണ് ഹീറോ അവന്റെ കയ്യിൽ അവൾക്ക് കൊടുക്കാനായിട്ട് വെച്ചിരുന്ന ഒരു മോതിരം ഉണ്ടല്ലോ, അത് ഇപ്പോ എടുത്ത് അവളുടെ കയ്യിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുന്നു. ആ ഒരു മോതിരം അവളിപ്പോ വാങ്ങിക്കുന്നതും രണ്ടുപേരും അവിടെ വെച്ച് മരിക്കാണ്. പിന്നീടാണ് നമുക്ക് മനസ്സിലാവുന്നത് സത്യത്തില് ഇത് ഇവിടുത്തെ ഗവൺമെന്റും അവരെല്ലാവരും കൂടി ചേർന്നെടുത്തൊരു തീരുമാനമാണ്. വേറെ ഒന്നല്ല, അവർക്കറിയാം ഇതുപോലെ ഏലിയൻ ഷിപ്പുകൾ ഭൂമിയിലേക്ക് വരുന്നുണ്ടെന്നും മനുഷ്യരെ പരീക്ഷണത്തിന് വേണ്ടി അവർ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ടെന്നും. അങ്ങനെ അവർ പിടിച്ചുകൊണ്ട് പോയി തിരിച്ചു കൊണ്ടുവരുന്ന ആളുകളെ ഇവർ തന്നെ കൊല്ലും. കാരണം ഈ ഒരു കാര്യം രഹസ്യമായിട്ട് സൂക്ഷിക്കാനാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെട്ട് വെളിയിലേക്ക് വന്ന ആളുകൾ ഇതിനെപ്പറ്റി പുറം ലോകത്ത് പറഞ്ഞു കഴിഞ്ഞാല് അവിടെയാണ് നമ്മുടെ ട്രാവിസ് പറഞ്ഞ ആ ഒരു കാര്യം ഇതെന്തോ ഒരു കരാറ് പോലെയാണ് ഇവർ നടത്തുന്നതെന്ന്. അപ്പൊ അതും സത്യമായിരുന്നു. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഇവര് നമ്മുടെ ഹീറോയിനും രക്ഷപ്പെട്ട് താഴേക്ക് വന്നെന്ന് മനസ്സിലാക്കി ഇവരെ രണ്ടുപേരെയും കൊല്ലുന്നതും. അപ്പൊ അതിലുള്ള ആ ഒരു പട്ടാളക്കാരൻ അടുത്തുള്ള ഒരാളോട് ചോദിക്കും, സാർ ഇനിയിപ്പോ ഇവരുടെ ശരീരം എന്ത് ചെയ്യാനാണ്? നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെയാണ്, അതുപോലെ തന്നെ അങ്ങ് ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ രണ്ടുപേരുടെ ശരീരം അടുത്തൊരു കുഴിയെടുത്ത് അതിലേക്ക് ഇടുന്നു. പ്രണയ ജോഡികൾ അവിടെ വെച്ച് തന്നെ കഴിഞ്ഞു. അപ്പൊ ഇവരെ രണ്ടുപേരെയും ഒരുമിച്ച് തന്നെ കുഴിച്ചു മൂടാണ്. അത് കഴിഞ്ഞ് ഈ ഒരു ഏലിയൻ ഷിപ്പ് വീണ ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, അതെല്ലാം ക്ലീൻ ചെയ്ത് അവിടെയുള്ള എല്ലാ പാർട്സും ആരും അറിയാത്ത രീതിയിൽ അവിടെ നിന്ന് മാറ്റി ഇവരവിടെ നിന്ന് പോകുന്നതും ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഓക്കെ, സാധാരണ നമ്മൾ കണ്ടുവരുന്ന ആ ഒരു ഏലിയൻസ് മൂവിയെ പോലെയല്ല, കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ട് എനിക്ക് തോന്നി. അതുപോലെ ഇതുപോലെയുള്ള സൈഫൈ ഏലിയൻസ് മൂവികളിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. വേറെ ഒന്നുമല്ല, ഈ ഒരു ഏലിയൻ ഷിപ്പിനുള്ളിൽ എന്താണ് ഇതിന്റെ മാസ്റ്റർ ആയിട്ടുള്ള ഒരാളുണ്ടാവുമല്ലോ ഏലിയൻസില്, അതിരിക്കുന്ന ആ ഒരു സ്ഥലം, അതെങ്ങനെയാണ് ഇത് പ്രവർത്തിപ്പിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ച് കാണുന്ന കുറെ സിനിമകളുണ്ട്. അതിലൊക്കെ കാണിക്കുന്നുള്ളൊരു പ്രതീക്ഷയിൽ പല മൂവീസും കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ കണ്ട മൂവീസുകളിൽ അധികമായിട്ട് അങ്ങനെ കാണിച്ചിട്ടില്ല. പക്ഷെ ഈ ഒരു മൂവിയിൽ എന്തായാലും കൊള്ളാം. കുറച്ചുകൂടി നല്ല രീതിയിൽ ഈ ഒരു ഏലിയൻ ഷിപ്പിനുള്ളിൽ എന്താണ് നടക്കുന്നത്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു മൂവി എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് കമന്റ് ചെയ്യുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.